മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനാണ് എന്ന് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി വിമർശിച്ചിരുന്നു. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ആ സംശയം മുനമ്പം നിവാസികൾക്കും മറ്റു പൊതുജനങ്ങൾക്കും ഒക്കെ ഉണ്ടായതാണ്. ഇതൊരു തട്ടിപ്പായി പോയി ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം സർക്കാർ നടത്തിയത് എന്നുള്ളത്. ഏതായാലും ഇന്ന് കോടതിയിൽ എന്താണ് നടപടികൾ വരാൻ പോകുന്നത്? വീണ, മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. സമാനമായിട്ടുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു ഹർജി കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഹൈക്കോടതി മുൻപാകെ രേഖാമൂലം തന്നെ മറുപടി നൽകിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഈ മുനമ്പത്ത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് അവിടുത്തെ വസ്തുത കണ്ടെത്തി അത് സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രവുമല്ല, ഈ മുനമ്പത്തെ ഭൂവുടമകളുടെ താല്പര്യം സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധനാ വിഷയമായിട്ട് ഈ കമ്മീഷന് മുന്നിലുള്ളത്. വസ്തുതകൾ കണ്ടെത്തുക എന്നത് മാത്രമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ഉദ്ദേശ ലക്ഷ്യം. ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യലോ ആയിട്ടുള്ള യാതൊരുവിധ അധികാരവും ഈ ജുഡീഷ്യൽ കമ്മീഷന് ഇല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്നുള്ള രീതിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ നിയമനം, കമ്മീഷന്റെ നിയമനം യാതൊരു ഘട്ടത്തിലും ഈ വഖഫ് സംരക്ഷണ വേദിക്ക്, അതായത് ഹർജിക്കാർക്ക് ചോദ്യം ചെയ്യാനാകില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുമ്പോൾ മാത്രമാണ് ചോദ്യം ചെയ്യാനായിട്ട് അവകാശമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളണമെന്നുള്ള ഒരു ആവശ്യമാണ് സത്യവാങ്മൂലത്തിലൂടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞയാഴ്ച ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. അത് മാത്രവുമല്ല, നിലവിൽ ഈ ജുഡീഷ്യൽ കമ്മീഷന് ഒരു ശുപാർശയും സർക്കാരിന് മുന്നിലേക്ക് വെക്കാനുള്ള അധികാരമില്ല എന്നുകൂടി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞതിന്റെ അങ്ങേ തവണ ആദ്യഘട്ടത്തിൽ ഈ ഹർജി പരിഗണനയ്ക്ക് വന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനം കൂടി ഉണ്ടായിരുന്നു. അതായത്, മനസ്സിരുത്തിയല്ല മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്, കണ്ണിൽ പൊടിയിടാനെന്നുള്ള ഒരു പരാമർശമായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രവുമല്ല, എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്? ആ അധികാര പരിധി ഏത് വിധത്തിലാണുള്ളത്? കമ്മീഷന്റെ അധികാരം എവിടെ വരെയുണ്ട്? ഇതടക്കമുള്ള ചോദ്യങ്ങൾക്കായിരുന്നു സത്യവാങ്മൂലത്തിലൂടെ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയത്. പ്രധാനമായിട്ടും ഹർജിക്കാരായിട്ടുള്ള വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കേന്ദ്ര നിയമത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പരിധിയിലാണ് ഈ വിഷയം വരുന്നത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് വഖഫ് അടക്കമുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് അധികാര പരിധി മറികടന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമായതുകൊണ്ട് അത് റദ്ദാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതുമാത്രവുമല്ല, 104 ഏക്കർ ഭൂമി വഖഫായിട്ട് കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്, സിവിൽ കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കാനാകുമോ എന്നുള്ള ഒരു കാര്യം കൂടി ചോദ്യം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി തന്നെ വാക്കാൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള തുടർ നടപടികളിലേക്ക് സിംഗിൾ ബെഞ്ച് കടക്കുക. അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം താൽക്കാലികമായിട്ട് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഹൈക്കോടതിയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വ്യവഹാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടർ നടപടികൾ അതിനനുസൃതമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. എന്തായാലും ഹൈക്കോടതി എടുക്കുന്ന നിലപാടിനനുസൃതമായിട്ടായിരിക്കും മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ തുടർ നടപടികൾ. വീണ, ഓക്കെ, ഏതായാലും ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനാണെന്ന് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതിയുടെ തന്നെ വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കാം നമുക്ക് എന്താണ് കോടതി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത്.